ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വർഷയും ശ്രീകാന്തൊക്കെ തിരികെ വന്നിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ശാന്തമായ ഒരു എപ്പിസോഡിലൂടെ കടന്നു പോകുന്നത് അല്ലേ. എന്നിരുന്നാലും ഈ വർഷയും ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടു വന്നത് മഹിമയായതുകൊണ്ട് തന്നെ ആ സമയത്ത് സച്ചി ഉള്ളത് കൊണ്ടും ഇനി ഒരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാവും. അതിനുശേഷമാണ് അവിടെ ഏറ്റവും ശാന്തമാവുകയുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്താണ് രവിയുടെ അമ്മ, അതായത് സച്ചിയുടെ അച്ചാമ്മയുടെ പിറന്നാൾ ആഘോഷം വരുന്നത് കേട്ടോ. അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് അവർ ആഘോഷിക്കുന്നത്. ആ ഒരു സമയത്ത് അച്ചാമ്മ പറയുന്നുണ്ട്, ഈ ഒരു പിറന്നാളിന് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക, എനിക്ക് ഏറ്റവും നല്ല വലിയ ഗിഫ്റ്റുകൾ തരുന്നവർക്കും ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട്. അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് പറയാൻ കേട്ടോ. അപ്പൊ സച്ചിയും രവിയും ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അച്ചാമ്മയുടെ പിറന്നാളാണ് വന്നിരിക്കുന്നത്, തീർച്ചയായിട്ടും എൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ആ ഒരു നാളെത്തുകയാണ് അച്ചാമ്മയുടെ ബർത്ത്ഡേയുടെ ദിവസം. അന്നേ ദിവസം ദേവതയുടെ വീട്ടുകാരെയും വർഷയുടെ വീട്ടുകാരെയും മാമയും എല്ലാവരെയും തന്നെ അച്ചാമ്മ ആ കുടുംബത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം എല്ലാവരും വരുന്ന സമയത്ത് രവിയും ദേവതയും സച്ചിയും ഒഴികെ ബാക്കി എല്ലാവരും വലിയ വിലക്കൂടിയ ഗിഫ്റ്റുകളുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതിൽ ചന്ദ്രയുടെയും സുധിയുടെയും കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാമ്മ തങ്ങൾക്ക് തരാതിരിക്കുന്ന വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റിൽ തന്നെയാണ്. അങ്ങനെ ആ ഒരു ചിന്തയോട് കൂടി തന്നെ ചന്ദ്രൻ മേടിച്ചു കൊടുക്കുന്നത് വലിയൊരു TV ആണ്. സുധിയും ഒരു നവരത്നമാല. ശ്രീകാന്തനും വർഷയ്ക്കും പിന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എങ്കിലും അവർ ചെയ്യുന്നത് ശ്രീകാന്തിന് വലിയ കേക്ക് ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ അച്ചാമ്മയ്ക്ക് ഒരു ഫോണും മേടിച്ചു കൊടുക്കും കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചി അച്ചാമ്മയ്ക്ക് നൽകുന്ന വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാമ്മയുടെ 2 പഴയകാല കൂട്ടുകാരെ ഈ ബർത്ത്ഡേയുടെ സമയത്ത് കൊണ്ടുവരാണ്. അപ്പോൾ ഇവരെ കാണുമ്പം അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാമ്മയുടെ ജീവിതം, അതായത് ചെറുപ്പം മുതൽ ഇത്രയും നാളും ഏതൊക്കെ രീതിക്ക് കടന്നു പോയിട്ടുണ്ട്, എങ്ങനെയാണ് ജീവിച്ചതെന്നെല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ ആക്കി, അതായത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു വീഡിയോ പോലെ ആക്കി അന്നേ ദിവസം ബർത്ത്ഡേയുടെ സമയത്ത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ് കേട്ടോ. അവസാനം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തുകയാണ് കേട്ടോ. നമ്മുടെ അച്ചാമ്മ ആർക്കാണ് ഗിഫ്റ്റ് എന്ന കാര്യം തുറന്ന് പറയാതെ നിൽക്കുകയാണ്. സുധിയാണെങ്കിലോ തനിക്കായിരിക്കും ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുന്നു. ചന്ദ്രയാണെങ്കിൽ തനിക്കായിരിക്കും എന്ന് പറഞ്ഞ ചന്ദ്രയും. അങ്ങനെ അച്ചാമ്മ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വരികയാണ്. പൂജാമുറി തലമുറകളായി സൂക്ഷിച്ചു വന്നിരുന്ന ഒരു സ്വർണ്ണ നാണയം. അത് 6 തലമുറകളായിട്ട് ഇങ്ങനെ പിന്തുടർന്നു വരുന്നു. ഇതിന്റെ ഇനി പിന്തുടർച്ചാവകാശിക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. അത് ആരാണ് എന്നതാണ് അച്ചാമ്മ പറയുന്നത്. അതാണ് കേട്ടോ അച്ചാമ്മ കരുതിയിരിക്കുന്ന ഗിഫ്റ്റും. അങ്ങനെ എല്ലാവരും ആ ഒരു നാണയത്തിലേക്ക് തന്നെ കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ സമയം വർഷയുടെ അമ്മ മഹിമ വർഷയോടായിട്ട് പറയുന്നുണ്ട്, നീയാണ് ഏറ്റവും വലിയ പണക്കാരൻ്റെ മോൾ, അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റിന് അവകാശം നിനക്ക് മാത്രമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട്, അമ്മ എന്നെ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ദേഷ്യപ്പെട്ട് എന്നെ പറയാണ് കേട്ടോ. അവസാനം അച്ചാമ്മ നമ്മുടെ തലമുറകളായിട്ട് സൂക്ഷിച്ചു വരുന്ന ആ ഒരു നാണയത്തിന്റെ അവകാശി ആരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ചന്ദ്ര വലിയ TV മേടിച്ചു തന്നു, ശ്രുതിയാണെങ്കിലും ഏറ്റവും വില കൂടിയ നവരത്നമാല മേടിച്ചു തന്നു, എൻ്റെ കൊച്ചുമകൻ ശ്രീകാന്ത് ആവട്ടെ എൻ്റെ പേരിൽ പതിച്ചൊരു വലിയ കേക്ക് മേടിച്ചു തന്നു, അവൻ്റെ ഭാര്യ വലിയ മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. ഇതിനേക്കാളൊക്കെ എനിക്ക് വലിയതായിട്ടൊരു ഗിഫ്റ്റ് തന്നത് എൻ്റെ സച്ചിയും രേവതിയാണ്. സച്ചി എൻ്റെ പഴയകാല 2 കൂട്ടുകാരെ, ഞാൻ ഒരിക്കലും കാണില്ല എന്ന് കരുതിയ 2 കൂട്ടുകാരെ അവൻ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. മാത്രമല്ല രേവതി എൻ്റെ പേരിൽ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു തലമുറയ്ക്ക് നല്ല എത്ര തലമുറകൾ കഴിഞ്ഞാലും അവർക്ക് ഈ വീഡിയോയായിട്ട് ഇത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അവർക്ക് എന്നെ കാണാൻ പറ്റും, ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റും, നമ്മുടെ ജീവിത സാഹചര്യം ഏത് രീതിക്കാണ് പോയതെന്ന് എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിഫ്റ്റിന് അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയാണ്, സച്ചിയും എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാമ്മ ഈ ഗിഫ്റ്റ് രേവതിക്ക് സച്ചിയും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കൊക്കെ വല്ലാതാവുന്നുണ്ട്. എന്നാൽ വർഷയും ശ്രീകാന്തും ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ അച്ചാമ്മയിൽ നിന്ന് തലമുറകളായിട്ട് കൈമാറി വരുന്ന ആ ഒരു നാണയം സച്ചിയും രേവതിയും സമ്മാനമായിട്ട് തന്നെ കിട്ടുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ചെമ്പനീർപ്പൂവിൽ കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.